ഗേറ്റിന്റെയും ഓരോ സ്ഥലത്തിന്റെ മതിലിന്റെ ഹൈറ്റിനും ഒക്കെ കൃത്യമായിട്ടുള്ള ചില കണക്കുകൾ പറയുന്നുണ്ട്. ഒരു കാരണവശാലും വടക്കും കിഴക്കും ഉയരാനും തെക്കും പടിഞ്ഞാറും താന്നു നിൽക്കാനും പാടില്ല. പടിഞ്ഞാറ് ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തെക്കു പടിഞ്ഞാറ് മുതൽ വടക്ക് പടിഞ്ഞാറ് വരെയുള്ള നീളം എടുക്കുക. അതിന്റെ പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമുക്ക് ഗേറ്റുകൾ പണിയാം. ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വാളെടുത്ത് വെട്ടി രക്തം വീണുകൊണ്ടിരിക്കുന്ന ചിത്രം അവിടെ വെച്ചിരിക്കുന്നു എന്ന് വയ്ക്കുക. അപ്പോൾ അതിൽ നിന്നൊരു നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വീടുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കലഹങ്ങളും അക്രമങ്ങളും വാസനകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒരു പറമ്പ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ ചുറ്റും ഉള്ളത് ഒന്ന് കറക്റ്റ് ചെയ്യണം. അതായത് ഒരു വേലിയെങ്കിലും കെട്ടിയിട്ട് നമ്മുടെ ഈ അതിർത്തി ഒന്ന് കറക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ പറമ്പാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലും പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലോട്ട് അടുത്ത പ്ലോട്ടിൽ നിന്നുള്ള യാതൊരുവിധ നെഗറ്റീവ് എനർജികളും നമ്മുടെ പ്ലോട്ടിലേക്ക് കടന്നു വരാതിരിക്കാനായിട്ട് അതിൻ്റെ 4 സൈഡിലും മതിൽ കെട്ടി നമ്മുടെ പ്ലോട്ട് തരംതിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമായി വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഗേറ്റിന്റെയും ഓരോ സ്ഥലത്തിന്റെ മതിലിന്റെ ഹൈറ്റിനും ഒക്കെ കൃത്യമായിട്ടുള്ള ചില കണക്കുകൾ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ മതിൽ കെട്ടുമ്പോൾ എല്ലാ സ്ഥലവും ഒരേ ഹൈറ്റിൽ കെട്ടുക. അതല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും തെക്കും പടിഞ്ഞാറും ഉയർന്നു നിൽക്കാം, വടക്കും കിഴക്കും അല്പം താഴ്ന്നു നിൽക്കാം. ഒരു കാരണവശാലും വടക്കും കിഴക്കും ഉയരാനും തെക്കും പടിഞ്ഞാറും താഴ്ന്നു നിൽക്കാനും പാടില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരേ രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ തെക്കോ പടിഞ്ഞാറോ ഉയർത്തിക്കൊണ്ട് ചെയ്യാം. വടക്ക് കിഴക്ക് അല്പം താന്നാലും കുഴപ്പമില്ല. അതേസമയം വടക്കും കിഴക്കും ഉയർത്തി തെക്കും പടിഞ്ഞാറും താഴ്ത്തിക്കൊണ്ട് മതിൽ കെട്ടാനായിട്ട് പാടില്ല. ഇനി നമുക്ക് ഗേറ്റിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാസ്തുപ്രകാരം ഉച്ചവും നീച്ചവും എന്ന് പറയും. അപ്പോൾ ഉച്ചസ്ഥാനത്തായിട്ട് വരുന്ന എനർജികൾ നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരുമെന്നും നീച്ചസ്ഥാനത്തെ എനർജികൾ മോശം അനുഭവങ്ങൾ കൊണ്ട് തരുമെന്നും വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉച്ചസ്ഥാനത്തായിട്ടുള്ള ഗേറ്റുകളും ഡോറുകളുമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഓരോ ദിക്കിലും എവിടെയൊക്കെ എന്തൊക്കെ വരാമെന്നുള്ളത് ഞാൻ പറയാം. കിഴക്ക് ഭാഗത്താണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത്, അതായത് കിഴക്കിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലോട്ട് നോക്കി നമുക്ക് വീട്ടിന്റെ ഗേറ്റുകൾ സ്ഥാപിക്കാം. തെക്ക് വശമാണ് റോഡെങ്കിലോ തെക്ക് പടിഞ്ഞാറിൽ നിന്നും തെക്ക് കിഴക്ക് വരെയുള്ള നീളമെടുത്ത് അതിന്റെ പകുതിയിൽ നിന്നും തെക്ക് കിഴക്ക് ഭാഗത്തിലേക്ക് നമുക്ക് ഗേറ്റുകൾ പണിയാവുന്നതാണ്. അതുപോലെ പടിഞ്ഞാറ് ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തെക്കു പടിഞ്ഞാറ് മുതൽ വടക്ക് പടിഞ്ഞാറ് വരെയുള്ള നീളമെടുക്കുക. അതിന്റെ പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമുക്ക് ഗേറ്റുകൾ പണിയാം. വടക്ക് ദർശനമാണെങ്കിലോ വടക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് കിഴക്ക് വരെയുള്ള നീളമെടുക്കുക. അതിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് നമുക്ക് ഗേറ്റുകൾ പണിയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് വീടിന്റെ ഡോറുകളും സ്ഥാപിക്കാം. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വീട്ടിൽ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാസ്തുപ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാസ്തുവിന്റെ എന്തൊക്കെ നിയമങ്ങൾ, അല്ലെങ്കിൽ വാസ്തുവിന്റെ നിയമങ്ങളെല്ലാം പാലിച്ചിട്ടാണോ വീട് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ എൻട്രൻസിൽ വരുന്ന സ്ഥലത്ത് ഓരോ വീടിനും ഓരോ ഫ്ലൈങ് സ്റ്റാർ നമ്പറുണ്ട്. അപ്പം നല്ല നമ്പറുള്ള സ്ഥലത്ത് തന്നെയാണോ നമ്മളുടെ ഡോറ്. വാസ്തുപ്രകാരം നമ്മൾ ഉച്ചത്തിൽ കൊണ്ടുവച്ചു, ഓക്കെ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഫെങ്ഷു പ്രകാരം അതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് അതേ സ്ഥലത്ത് നമ്മുടെ നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പർ വരുന്ന സ്ഥലത്ത് നമ്മുടെ ഡോറുകൾ വന്നിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ നല്ല നമ്പർ വന്നിട്ടില്ല എങ്കിൽ പോലും മോശം നമ്പറുള്ള സ്ഥലത്ത് ഒരിക്കലും ഡോർ കൊണ്ട് വെക്കരുത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 5 ആണ്. വാട്ടർ സ്റ്റാർ 5 വരുന്ന ഭാഗത്ത് ഒരു കാരണവശാലും മെയിൻ ഡോർ വരാൻ പാടില്ല. നമ്മൾ ഫെങ്ഷുയിൽ പൊളിച്ചു മാറ്റലുകൾ കൂടാതെ വാസ്തു കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതേസമയം ഇപ്പോൾ ഒരു വീട്ടിൽ കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോൾ അവിടുത്തെ കണക്കുകളെല്ലാം എടുക്കുമ്പോൾ അവരുടെ എൻട്രൻസ് 5 ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ഈ ഡോർ ഒന്ന് മാറ്റി വയ്ക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്. അതും തീരെ പറ്റാത്ത വരുന്ന സാഹചര്യങ്ങളിൽ അവിടെയും നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ വീട് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്ലൈങ് സ്റ്റാർ നമ്പറും കൂടെ നോക്കുക. അത് ഒരുപാട് ജീവിതത്തിൽ ഗുണങ്ങൾ നമുക്ക് നേടിത്തരും. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു 10-17 കൊല്ലം കൊണ്ട് ഇപ്പോൾ 18 വർഷത്തോളം ആവുന്നുണ്ട് കൺസൾട്ടിങ് രംഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വെച്ച് താമസിച്ച ഒരുപാട് വീടുകൾ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ആരും അവിടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയുന്നില്ല. അപ്പോൾ സാർ എൻ്റെ വീടൊന്ന് കൺസൾട്ട് ചെയ്യാൻ വരണമെന്ന് മാത്രമാണ് നമ്മളത് പറയുന്നത്. നമ്മൾ ആ വീട്ടിൽ ചെന്നു ആ വീടിൻ്റെ മൊത്തം പ്ലാനും കാര്യങ്ങളും എല്ലാം എടുത്ത് അവിടെ ഇരുന്നതിനെ അളന്ന് വരച്ച് കറക്റ്റ് ചെയ്തിട്ടാണ് അവരുടെ അടുത്ത് പറയുന്നത് ഇന്നതാണ് നിങ്ങളുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങൾ ഈ ഫ്ലൈങ് സ്റ്റാറുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരോട് പറയുന്നത്. അപ്പോൾ ഈ മോശം ഫ്ലൈങ് സ്റ്റാർ വരുന്ന ഡോറുകളിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് അവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് അത് അവിടെ സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അവരും പറയുന്നത് അവരും അംഗീകരിക്കും ഈ പറഞ്ഞതെല്ലാം ശരിയാണ് സാറെന്ന്.
അത് നമുക്ക് വെക്കാൻ പോകുന്ന വീട്ടിലും അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യമേ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിക്കിനെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ദിക്കിൽ നിന്ന് ഡോറ് മാറ്റിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതല്ലേ ഏറ്റവും ഉചിതമായിട്ടുള്ളത്. പക്ഷെ വാസ്തുവിൽ നമുക്ക് അങ്ങനെയല്ല. വാസ്തുവിൽ ഇപ്പോൾ ഒരു 1000 വീട് എടുത്താലും അതിൽ ഇന്ന സ്ഥലങ്ങളിൽ ഡോറ് പണിയാം എന്നുള്ളതാണ് പറയുന്നത്. ഫെങ്ഷുയിൽ വീടിന്റെ കാലഘട്ടം, വീട് നിർമ്മിച്ച വർഷം, അതിന്റെ ഡിഗ്രി ഒക്കെ വെച്ചുകൊണ്ട് ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇത് നമുക്കൊരാൾക്ക് ഫോണിൽ കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് അതാത് സൈറ്റുകളിൽ ചെന്നതിന് ശേഷം മാത്രമാണ് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു ചിത്രം വയ്ക്കുന്നു, ഉദാഹരണത്തിന് ഒരു ഹോഴ്സിന്റെ ചിത്രം വയ്ക്കുന്നു. അപ്പോൾ അത് നമുക്കൊരു വിജയവും എനർജിയും ഒക്കെ ആ ഒരു ഹോഴ്സിന്റെ ചിത്രം തരുന്നു. അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു ചിത്രം വെച്ചാലോ, ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വാളെടുത്ത് വെട്ടി രക്തം വീണുകൊണ്ടിരിക്കുന്ന ചിത്രം അവിടെ വെച്ചിരിക്കുന്നു എന്ന് വയ്ക്കുക. അപ്പോൾ അതിന്നൊരു നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വീടുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കലഹങ്ങളും അക്രമങ്ങളും വാസനകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ചിത്രങ്ങളും ഓരോ രൂപങ്ങളും എല്ലാം വളരെ ശ്രദ്ധയോടെ യഥാക്രമം കറക്റ്റ് ചെയ്യുക. ഇത് വെൽത്ത് ഷംബാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. ഇത് ഫെങ്ഷുവിൽ നമ്മൾ ഉപയോഗിക്കുന്ന പറയുന്നത് സമ്പത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ടൂൾസുകൾ യഥാസ്ഥലത്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്താണ് വെൽത്ത് ഷംബാല വെക്കേണ്ടത്. അത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി തരുമെന്ന് ഫെങ്ഷുവിൽ പറയുന്നുണ്ട്. ഇത് റൂസ്റ്ററിന്റെ സ്റ്റാച്ചു ആണ്. ഇപ്പോൾ ഇത് നമുക്ക് വീടിന്റെ വെസ്റ്റ് ഭാഗത്ത് വെക്കാം. ഇപ്പോൾ വീട്ടിലുണ്ടാകുന്ന കലഹങ്ങൾ അല്ലെങ്കിൽ ഓഫീസിലുണ്ടാകുന്ന കലഹങ്ങൾ ഒക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു സ്റ്റാച്ചു സഹായിക്കുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുവിൽ പറയുന്നു. ഇത് ഫീനിക്സ് ബേർഡ് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. ഇത് നമുക്ക് പേര്, പ്രശസ്തി, അംഗീകാരം, വിജയം ഒക്കെ തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിവിങ് റൂമിൻ്റെ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൻ്റെ സൗത്ത് ഭാഗത്ത് വെക്കാവുന്നതാണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫീനിക്സ് ബേർഡിൻ്റെ ഈ ചുണ്ട് വരുമ്പോഴത്തേക്ക് മെയിൻ ഡോറിലേക്ക് പോകുന്ന രീതിയിൽ വെക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.